ഇന്ന് നമ്മൾ മെയിൽ ക്രോക്കി ഫ്ലഷ് ഔട്ടാണ് വരയ്ക്കുന്നത്. പുരുഷ ശരീരം വരയ്ക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പുരുഷൻ്റെ തലയ്ക്ക് കോണിച്ച ആകൃതിയായിരിക്കും. പുരുഷന്മാരുടെ കഴുത്തിന് വീതി കൂടുതലും എന്നാൽ നീളം കുറവുമായിരിക്കും. പുരുഷൻ്റെ കൈവിരലിൻ്റെ അറ്റം തുടയുടെ പകുതിയും കഴിഞ്ഞ് അല്പം താഴെയായിരിക്കും. പുരുഷന്മാരുടെ തുടയ്ക്ക് വിസ്തൃതി കുറവായിരിക്കും. പുരുഷന്മാരുടെ കാൽപാദം വലുതായിരിക്കും. നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. കഴിഞ്ഞ ദിവസം മെയിൽ ക്രോക്കി പത്തര ഹെഡ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. നമുക്കതിൻ്റെ ഫ്ലഷ് ഔട്ട് ചെയ്യാം. അതിനായിട്ട് സൈഡിൽ 0 to 10 ഇഞ്ച് കണ്ടോ, അതിൻ്റെ 1 ഇഞ്ച് കണ്ടോ, ആ 1 ഇഞ്ചിന് നേരെ വരുന്ന ലൈന് തൊട്ട് താഴെയായിട്ട് ഒരു പോയിൻ്റ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക കണ്ടോ. എന്നിട്ട് ആ പോയിൻ്റ് നിന്നുകൊണ്ട് വേണം ഇതിനെ ഷേപ്പ് ചെയ്ത് ഈ സ്ക്വയറിനെ റൗണ്ടാക്കി ഷേപ്പ് ചെയ്യുക. തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ എത്തുക. അടുത്തത് പെഡൽ വരയ്ക്കുമ്പോൾ കർവ് ചെയ്ത് വരയ്ക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരച്ചിട്ട് ഷോൾഡറുമായിട്ട് ചേരുന്ന ഭാഗം മാത്രം ഇതുപോലെ കർവ് ചെയ്യുക. ആ ഷോൾഡറിലോട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം കർവ് ചെയ്യുക. ബാക്കി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ഇതുപോലെ. അടുത്ത നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കൈകളാണ്. പുരുഷ ശരീരം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭാഗത്ത് വീതി കൂടുതലായിരിക്കും, അതുപോലെ മസിൽസൊക്കെ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന കൈയുടെ ഭാഗം ചെറുതായിട്ട് മായ്ച്ചു കൊടുക്കുക, പൂർണ്ണമായിട്ട് മായ്ക്കരുത്. ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുക. താഴെയാക്കി ഇരുവശം ഇതുപോലെ വരച്ചു കൊടുക്കുക. ചെരിച്ച് താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ. എന്നിട്ട് ഇതിൽ നിന്നും ആദ്യം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന കൈ ഉണ്ടാവും, അതിൻ്റെ വെളിയിലായിട്ട് വേണം ഇനി വരയ്ക്കാൻ. അതായത് ആ ജോയിൻറ്റിനെയൊക്കെ ഉണ്ടാവും, അതിൻ്റെ മുകളിലായിട്ടൊരു കർവ് പോലെ, ചെറിയൊരു കർവ് പോലെ ആക്കി വരയ്ക്കണം. കൈമുട്ടിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ മേലിലോട്ടാക്കി ചെറിയൊരു കർവ് കൊടുക്കണം. കൈമുട്ടിൻ്റെ താഴത്തു നിന്നുള്ള അടിവശം സ്ട്രെയിറ്റ് വരയ്ക്കുക. ആദ്യം ഉണ്ടായിരുന്ന പിക്ചർ പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുക. അടുത്ത കൈ വരയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ സെയിം ചെയ്യുക. ആദ്യം ഉണ്ടായിരുന്ന പിക്ചറിനെ പൂർണ്ണമായിട്ടും മായ്ക്കരുത്, ലൈറ്റായിട്ട് മായ്ച്ചു കൊടുക്കുക. മേളിൽ നിന്ന് ആദ്യത്തെ പിക്ചറിൻ്റെ വെളിയിലായിട്ട് വേണം ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുക്കണം. താഴെ നിന്ന് മേളിലോട്ട് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. അകത്തെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് മേളിലോട്ട് വരയ്ക്കുക. ആദ്യത്തെ പിക്ചർ പൂർണ്ണമായിട്ടും മായ്ച്ചു കളയുക. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് കൈയുടെ താഴത്തെ ഭാഗമാണ്. ഈ ഭാഗത്ത് വീതി കൂടുതലായിരിക്കും, ഈ ഭാഗത്ത്. അതുകൊണ്ട് നമ്മളിവിടുന്ന് വീതി കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ വീതി കൂട്ടണം. ഇവിടെ ചെറിയ കർവ് വന്നുണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. ഇവിടെ വീതി കൂടുതലായിരിക്കും. നോർമലി വന്നിട്ട് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യണം ഇതുപോലെ. അടുത്ത നമ്മൾ വരയ്ക്കുന്ന കൈകളാണ്. അതിനായിട്ട് ആദ്യത്തെ കൈയുടെ പിക്ചർ ലൈറ്റായിട്ടൊന്ന് മായ്ച്ച് കളയുക. എന്നിട്ട് കൈ തൂക്കിയിടുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ വര സൈഡ് വശം പഴയതുപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ഒരു വിരലിങ്ങനെ തള്ളി നിൽക്കുകയും തള്ളവിരൽ കാണാവുന്ന രീതിയിലും ഇതുപോലെ വരയ്ക്കുക. കണ്ടോ? അടുത്തതും അതുപോലെ പൂർണ്ണമായിട്ടും പിക്ചർ മായ്ക്കണ്ട. സൈഡ് ഷേപ്പ് പഴയതുപോലെ തന്നെ ഇരിക്കട്ടെ, ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അകത്തെ ഭാഗത്തു നിന്ന് ഒരു വിരൽ തള്ളി നിൽക്കുകയും തള്ളവിരൽ കാണാവുന്ന രീതിയിലും ഈ രീതി ഷേപ്പ് ചെയ്യുക. മറ്റു വിരലുകൾ അതിനോട് ചേർത്ത് ഇതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വരയ്ക്കുന്നത് വേസ്റ്റ് ഭാഗമാണ്. ഇത് സ്ത്രീകളുടേതുപോലെ ഒരുപാട് കർവ് ചെയ്യേണ്ട, ലൈറ്റായിട്ട് കർവ് ചെയ്താൽ മതി. നോക്കാം, ഇതുപോലെ കണ്ടോ, ചെറുതായിട്ടൊന്ന് ആ വരയെ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാൽ മതി. അടുത്ത് വരയ്ക്കുന്ന ഹിപ്പാണ്.
ഹിപ്പ് അത് തന്നെ. നേരത്തെ ഉള്ള വരയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പെൻസിൽ ഓടിച്ചാൽ മതി. പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ വരയ്ക്കുന്നത് കാൽമുട്ടുകളാണ്. അതിനായിട്ട് 6 ഇഞ്ച് ലൈൻ്റെ താഴെയുള്ള ഫസ്റ്റ് ലൈൻ, അതിന് താഴെയായിട്ട് ഇതുണ്ട് ഈ ഫസ്റ്റ് ലൈൻ. 6 ഇഞ്ച് ലൈൻ്റെ താഴെയുള്ള ആദ്യത്തെ ലൈൻ, ആ ലൈൻ്റെ ഇരുവശത്തായിട്ട് ചെറുതായിട്ട് കർവ് ചെയ്യുന്നുണ്ടോ, 2 വശത്തും ഇതുപോലെ ചെറുതായിട്ട് കർവ് ചെയ്യുക. അതിനുശേഷം നാലിഞ്ച് ലൈൻ കണ്ടോ, ഇതിൻ്റെ രണ്ടാമത്തെ വരയിലോട്ട് ഒരു ചെറിയ പോയിൻ്റ് കൊടുക്കുക. ഇവിടുന്ന് ഇതിനെ സ്ട്രെയിറ്റ് ചെയ്ത് അവിടെ കൊണ്ട് മുട്ടിക്കുക. അങ്ങനെ ഇരുവശത്തു നിന്നും കർവിനെ കൊണ്ട് അവിടെ മുട്ടിക്കുക. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാവും. ഇനി ആ കർവിൻ്റെ ഇരുവശവും കണ്ടോ ഇതുപോലെ. ഇനി ഈ ഭാഗം കാലിൻ്റെ പാദത്തിലോട്ട് ഇതുപോലെ യോജിപ്പിക്കുക. ഈ ഭാഗവും ഇതുപോലെ ഇങ്ങനെ ആദ്യം നമ്മൾ ചെറിയൊരു കർവ് വരച്ചിട്ടില്ലേ അതിലോട്ട് യോജിപ്പിക്കുക. അടുത്ത വരയ്ക്കേണ്ടത് ഈ ഭാഗത്തു നിന്നും താഴോട്ട്, കാലിൻ്റെ പത്തിയാണ് നമ്മൾ വരയ്ക്കുന്നത്, താഴോട്ട് വരച്ചിട്ട് താഴേന്ന് മേലോട്ട് വരുന്തോറും ചെറുതായി വരുന്ന രീതിയിൽ കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നേരെ ഈ ഭാഗത്തോട്ട് യോജിപ്പിക്കുക. ഈ യോജിപ്പിക്കുന്ന ഭാഗത്തോട്ട് ചെറിയൊരു കർവ് കൊടുക്കാണ്ട് ഇതുപോലെ കണ്ടോ കൊടുത്തിട്ട് അതിനെ നേരെ മുകളിലേക്കാക്കുക. ഈ ഭാഗത്ത് കാലിന് വീതി കൂടുതലായിരിക്കും. അതായത് 7ാമത്തെ ഇഞ്ച് ലൈൻ ഉണ്ടല്ലോ, 0 to 10 10.5 ഇഞ്ച് ലൈനിലെ 7ാമത്തെ ഇഞ്ചിൻ്റെ ആ ഭാഗത്തോട്ട് ഇതിനെ യോജിപ്പിക്കണം. അവിടുന്ന് ഈ വര നേരെ ഹിപ്പിലോട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇതുപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ യോജിപ്പിക്കുക. അടുത്തത് നമ്മൾ 2ാമത്തെ കാൽപ്പത്തിയാണ് വരയ്ക്കുന്നത്. ഇതുപോലെ താഴോട്ട് വരച്ചിട്ട് താഴേന്ന് മുകളിലോട്ട് വരുന്നതോറും ചെറുതായി ചെറുതായി കർവ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ ഒരു ചെറിയ കർവ് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഭാഗം വീതി കൂട്ടി വരയ്ക്കണം. 7ാമത്തെ ഇഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ആ ലൈനിലാണ് മുട്ടിക്കേണ്ടത്. ആ ഭാഗത്ത് കുറച്ച് കർവ് വേണം. ഇതുപോലെ ഉണ്ടോ, കർവ് ചെയ്യുന്നുണ്ടോ, ഈ ഭാഗത്ത് വന്നപ്പം വീതി കൂടിയുണ്ടോ, ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഇതിനെ ഹിപ്പയിലോട്ട് യോജിപ്പിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഫ്ലഷ് ഔട്ട് റെഡിയായി. താങ്ക് യു. സബ്സ്ക്രൈബ്